+2 ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, നിങ്ങളുടെ കംപ്ലീറ്റ് കൺഫ്യൂഷൻസ് ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ് മക്കളെ. അപ്പോൾ തമ്മിൽ 2 ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 2 ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത കുട്ടികൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളവർ കംപ്ലീറ്റ് പഠിച്ചു ഫുൾ സെറ്റാക്കി എക്സാം ഹാളിലേക്ക് പോയിക്കോ. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത്. നിങ്ങൾ ഇപ്പൊ നിലവിൽ ഒരു ഓഗസ്റ്റ് ആവുമ്പോഴേക്കും, ഓണം എക്സാം സെപ്റ്റംബറിലായിരിക്കും നടക്കുക, ഓഗസ്റ്റിൽ തന്നെ ഉണ്ടാകും. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് സ്റ്റിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. എക്സാം എന്നാണെന്നുള്ള ടൈം ടേബിൾ ഇതുവരെ വന്നിട്ടില്ല. അക്കാഡമിക് കലണ്ടർ പ്രകാരം നിങ്ങൾക്ക് ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കുക. പക്ഷെ അത് സെപ്റ്റംബറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. നമുക്ക് നോക്കാം, കൺഫേം ചെയ്യാം എന്നത്തേക്കാണെന്ന്. എനിവേ ആ ഒരു ടൈം കൊണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ വരെ നിങ്ങൾക്ക് സ്കൂളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ചാപ്റ്റർ ഓണം എക്സാമിന് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓണം എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കേണ്ട. കാരണം ഓണം എക്സാമിന്റെ സിലബസിൽ ആ ഒരു ചാപ്റ്റർ ഉണ്ടാവില്ല. അതിനു മുൻപുള്ള ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരെയുള്ള ചാപ്റ്റർ ആണ് നിലവിൽ ഇത്രയും നാൾ ഓണം എക്സാമിന് ഈ 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഓണം എക്സാമിന് വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ഒരു ചാപ്റ്റർ വേണ്ട, കോർഡിനേഷൻ കോമ്പൗണ്ട് വേണ്ട. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 4 ചാപ്റ്ററിൽ 3 ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യ 2 ചാപ്റ്ററിൽ നിന്ന് 21 മാർക്കിന്റെ ചോദ്യങ്ങൾ, അടുത്ത 2 ചാപ്റ്ററിൽ നിന്ന് 18. ഇത് 1-2 മാർക്ക് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ വേരി ചെയ്യാം. ചിലപ്പോൾ ഇത് 20 ആകാം, ഇത് 19 ആകാം. 1-2 മാർക്ക് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ വേരി ചെയ്യുന്നേ ഉള്ളൂ. വേറെ യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. മക്കൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എക്സാം നടക്കുക 60-ലാണ് അല്ലെ, 60 മാർക്കിന്റെ എക്സാം ആണ്. എന്നാൽ ചോയ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് 78 മാർക്ക്, ഓക്കെ, അതായത് ടോട്ടലി 4 ചാപ്റ്ററിൽ നിന്ന് 78 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ചോയ്സ് ഉൾപ്പെടെയുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് 60 മാർക്കിനുള്ള ആൻസർ എഴുതിയാൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്താൽ പോലും, ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ, ലാസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ, ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും നമുക്ക് ഫുൾ മാർക്കിനുള്ള ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പോയാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചോയ്സ് ഉൾപ്പെടെ ഒരു 78 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 18 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ സ്കിപ്പ് ആയാൽ പോലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, നമുക്ക് സമയമുണ്ട്, ടൈം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ പഠിക്കുമ്പോൾ വീണ്ടും പറയാണ്, ആ 3 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റണം. ഇത് 3ഉം വൃത്തിയായി പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി ടഫ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, അവരെ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക. അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് PYQs മാത്രം നോക്കുക. ചില കുട്ടികൾക്ക് കെമിക്കൽ കൈനറ്റിക്സിലെ ഡെറിവേഷനും കാര്യങ്ങളും ന്യൂമറിക്കൽസ് ഒക്കെ ആയിരിക്കും ടഫ്. അങ്ങനെയുള്ള കുട്ടികൾ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോക്കുക. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് മാർക്ക് മിസ്സായാൽ പോലും നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 4 ചാപ്റ്ററുകളായിരിക്കും ഓണം എക്സാമിൻ്റെ സിലബസിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ടൈം ടേബിൾ വന്നാൽ ഉടനെ നമുക്ക് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആ ഒരു ടോപ്പിക്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, ബൈ.